ഇന്നത്തെ റെസിപ്പി ഒരു തൃശ്ശൂർ സ്റ്റൈൽ പോർക്ക് പെരളനാണ്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് എങ്ങനെയാണ് നല്ലൊരു പോർക്ക് പെരളൻ ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. ഞാൻ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 10 അല്ലി ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം കറുവാപ്പട്ട, 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു സവോള, ഇതെല്ലാം കൂടെ നമുക്ക് ചതച്ചിട്ട് പോർക്കിന്റെ കൂടെ ഉപ്പും മഞ്ഞളും ഇട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ആ പ്രോസസ്സിലോട്ട് ഞാൻ പോവാം. പ്രഷർ കുക്കറിൽ 1 കിലോ പോർക്കാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. മീഡിയം സൈസായിട്ട് മുറിച്ച് 1 കിലോ പോർക്ക് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ പോർക്കാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ചതച്ച വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, സവോള അതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ ആ മിക്സി ചതച്ച് അത് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ആ പോർക്കും അരപ്പും ഉപ്പും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 5 to 6 വിസിൽസ് മതി. അപ്പോഴേക്കും നമുക്ക് പോർക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് അടച്ചു വെച്ച് വേവിക്കട്ടെ. അപ്പോൾ പോർക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രേവിയാണ്. ആ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം 1/2 മുറി തേങ്ങ, ചെറുതായിട്ട് ചിരവിയ തേങ്ങ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ വറുത്തരയ്ക്കണം. അതാണ് ആ പോർക്കിൻ്റെ ഗ്രേവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 1/2 മുറി തേങ്ങ അതിനകത്തിട്ടു. അതൊന്ന് ഡ്രൈ ആവട്ടെ. ഒരു അതിൻ്റെ വെള്ളമയമൊക്കെ വറ്റുന്നവരെ നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തേങ്ങയുടെ വെള്ളമയമൊക്കെ മാറി. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത്, ഒരു 5 അല്ലി വെളുത്തുള്ളി, അതും കൂടെ തേങ്ങയുടെ കൂടെ കിടന്ന് വഴന്ന് കിട്ടണം. അതിട്ട് കൊടുത്തു. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തു. നമുക്കിതിനെ വന്നിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ മീഡിയം ഹീറ്റിൽ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. പിന്നെ എന്തായാലും കറിവേപ്പില ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്താൽ അതൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒക്കെ അത് നന്നായിട്ട് കിട്ടും. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട്, അതായത് ഒരു 2 ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മീഡിയം തീയിൽ റോസ്റ്റ് ചെയ്യണം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ എന്താ ഗുണം എന്നറിയോ? എളുപ്പം അത് വറുത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് വറുത്തരയ്ക്കാൻ, വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് വേണം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നല്ല ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ആഹാ, കിച്ചണിലൊക്കെ നല്ലൊരു വാസന വരുന്നുണ്ട് ആ നാളികേരം ഇങ്ങനെ റോസ്റ്റായി വരുന്നതിൻ്റെ. ഇപ്പോൾ ആ തേങ്ങ വറുത്തതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ആ പെരിഞ്ജീരകം നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് തേങ്ങ ബ്രൗൺ ആവുന്ന കൂട്ടത്തിൽ പെരിഞ്ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വരും. ഇപ്പം നാളികേരത്തിന്റെ കളറൊക്കെ ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഈ റെസിപ്പി ശരിക്കും തൃശ്ശൂർ സ്റ്റൈലില് പോർക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇരിങ്ങാലക്കുടക്കാരുടെയാണ് ഈ റെസിപ്പി കറക്റ്റായിട്ട് അതിന്റെ ബേസ് എന്ന് പറയാനായിട്ട്. വളരെ എളുപ്പമാണ്, അധികം താമസമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് നല്ല ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്ന പോലെ വറുത്തരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ആ തേങ്ങ അങ്ങനെ അതിങ്ങനെ കടിക്കാൻ കിട്ടണം നമ്മുടെ പോർക്ക് പെരളനിൽ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ആറാൻ വെക്കുക. ആറിയിട്ട് നമുക്കതിനെ ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു ക്ലീരാ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇങ്ങനെ ഇളക്കുമ്പം നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്യാൻ പോവാം. നമ്മൾ ആ വറുത്ത നാളികേരം ഞാനൊന്ന് ക്രഷ് ചെയ്യാനായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഈ പരുവത്തിൽ വേണം നമുക്ക് അതിനെ ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട്. നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് പോർക്ക് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു പാത്രത്തിൽ നമുക്ക് പോർക്ക് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 മീഡിയം സവാള ഒരു ബ്രൗൺ ആവുന്ന വരെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം.
സവാള നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരു നല്ല ബ്രൗൺ ആവണം. അപ്പോൾ സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ 1 കിലോ പോർക്കിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അത്ര ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത്ര ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പോർക്കൊക്കെ ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അത് വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പോർക്കിൻ്റെ ഗ്രേവിയിൽ കിടന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച വറുത്തരച്ച തേങ്ങ ഉണ്ടല്ലോ, വറുത്ത് ക്രഷ് ചെയ്ത തേങ്ങ, ആ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതും കൂടെ ചെന്ന് കഴിയുമ്പോൾ ഗ്രേവി കുറച്ചും കൂടെ നല്ല തിക്കാവും. എന്നിട്ട് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ പോർക്ക് പെരളൻ റെഡിയാവുന്നത്. ഇപ്പം പോർക്കിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ പരുവത്തിൽ വേണം നമുക്കിന്ന് അടുപ്പത്തുനിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ ആ അരപ്പൊക്കെ പൊതിഞ്ഞിരിക്കുന്ന പരുവമായിട്ടുണ്ട്. അത് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ പോകുന്നൊരു ഡിഷാണ്.